ഹലോ ഹായ് മുത്തുമണിസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചെടി നടുകയല്ല കേട്ടോ. ഇത് നമ്മളെന്താണ് ഒരു വെറൈറ്റി സാധനം ഒന്ന് നട്ട് നോക്കുക, എങ്ങനെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലെ നടുന്നത്. ഇതുവരെ നമ്മൾ നട്ട് നോക്കാത്തൊരു സംഗതിയാണ്. അതെന്താന്ന് പറഞ്ഞാൽ കിഴങ്ങുണ്ടല്ലോ, പൊട്ടാറ്റോ, അതൊന്ന് നട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ച്. എല്ലാ സംഗതിയും ചെയ്ത് നോക്കുമ്പോഴാണല്ലോ ഉണ്ടാവോ ഇല്ലേന്നൊക്കെ നമുക്ക് അറിയരുത്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നടാൻ ഭയങ്കരമായിട്ട് എനിക്കൊരാഗ്രഹം കേട്ടോ. കിഴങ്ങ് നട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതുപോലെ എല്ലാ സംഗതികളും അങ്ങനെ തന്നെ ഞാൻ നട്ട് നോക്കിയിട്ടാണ് ഉണ്ടോ ഇല്ലേന്ന് അറിഞ്ഞിട്ടാണ് ഓരോ സംഗതിയും നമ്മൾ ശ്രമിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പച്ചിലകളിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത മണ്ണും ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഒരു മണ്ണും വേണം. അപ്പം ഫുള്ള് നിറയെ മണ്ണാക്കിയാൽ അത്ര ആവശ്യമില്ല. പച്ചയിലിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കരിയിലല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പച്ചയിലിട്ട് കൊടുത്തത് കേട്ടോ. പിന്നെയും കുറച്ചുകൂടി ഇനിയും ഇതിലേക്ക് പച്ചയിലിട്ട് കൊടുക്കുക, പിന്നെയും കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന്. അപ്പം നമ്മൾ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നട്ടിഞ്ഞല്ലോ, അതൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര പുതിയൊക്കെ ഉണ്ടാവും. നമ്മൾ നടാത്തൊരൊറ്റ പ്രശ്നങ്ങൾ ഇട്ട് നമ്മളത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നട്ടാലല്ലേ നമുക്ക് ഉണ്ടാവുമോ ഇല്ലേന്നൊക്കെ അറിയല്. അപ്പം നമുക്കൊന്ന് എല്ലാം നട്ട് നോക്കണം, എല്ലാം പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എഴുമ്പെന്നാണ് നമ്മളെ വിജയം എന്നുള്ളത് നമുക്കറിയാലോ. പിന്നെ കുറച്ചുകൂടിയും പച്ചയിലിട്ട് കൊടുത്ത് പിന്നെ ഇതുപോലെ ഞാൻ മണ്ണ് ഇനിയും ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് നടാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് നട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കിഴങ്ങ് നമ്മൾ വീട്ടിലേക്ക് നമ്മൾ ആവശ്യത്തിലേക്ക് കിച്ചണിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ചെറിയൊരു മുള വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് നട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ നടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫുള്ളുമായിട്ട് അങ്ങനെ നടേണ്ട ആവശ്യമില്ല. ഇത് മുളയുള്ള ഭാഗം അങ്ങോട്ട് നമുക്ക് മണ്ണിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് നട്ട് ചെയ്തിട്ട് ഇനി ഉണ്ടായിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉണ്ടായാലും കാണിച്ചു തരും, ഉണ്ടായില്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു തരും കേട്ടോ. നമ്മളത് ഉണ്ടായില്ലെങ്കിൽ ഉണ്ടായില്ലെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടായിരിക്കും നമ്മളത് ഉണ്ടാവാതെ പോയത്. അല്ലെങ്കിൽ ഉണ്ടായത് നമുക്ക് അത് ഉണ്ടായാൽ നമുക്ക് ഇനിയും കൂടുതൽ നടാനുള്ളൊരു താല്പര്യമാണല്ലോ. അപ്പോൾ ഇതിലെ പോലെ ഞാൻ മണ്ണിലേക്ക് ഇതിങ്ങോട്ട് നല്ല ബിസ്മിയൊക്കെ ചെല്ലി നല്ല ഉഷാറിലുണ്ടാവട്ടെ എന്ന് വിചാരിച്ചൊക്കെ ഒന്ന് ഇതുപോലെ അവിടെ നട്ട് വെച്ചിട്ടോ. ഉണ്ടായിട്ടൊരു സന്തോഷമാണല്ലോ. നമ്മളെ വീട്ടുമുറ്റത്ത് എല്ലാ തരവും നമ്മൾ നട്ട് നോക്കുക, ശ്രമിച്ച് നോക്കുക. ഏതൊക്കെ ഉണ്ടാവും എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ശ്രമം തന്നെ നടത്തിയാലാണല്ലോ നമുക്ക്. നടാത്തതുകൊണ്ട് നമ്മളത് ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെ ആദ്യം നമ്മളത് പറഞ്ഞു വെക്കരുത്. ഫസ്റ്റ് നമുക്ക് ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് നട്ടാലേ നമ്മളത് എന്ത് സംഗതി അത് എന്നതെന്നില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും നമുക്കൊരു പ്രതീക്ഷ വേണം, ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് കേട്ടോ. നമുക്ക് കിട്ടും എന്നുള്ളതൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഒക്കെ നടക്കും കേട്ടോ. അപ്പോൾ അത് നട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് 2 പച്ചയിലയും വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഇപ്പം ഇത് മഴത്ത് നമുക്ക് വെക്കരുത്, ഒരു മഴയൊക്കെ കൊള്ളാത്ത സ്ഥലത്തേക്ക് നമുക്ക് എടുത്ത് വെക്കണം, മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നട്ടതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മളെ ഇഞ്ചി നട്ടിനിയത് കേട്ടോ. അതാ ഇഞ്ചിൻ്റെ മുള വന്നാണ്. അപ്പോൾ ഇതിന് നമ്മളെ കിച്ചണിലുള്ള ഉള്ളിത്തൊണ്ടൊക്കെ ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ മല്ലിച്ചപ്പൊക്കെ അവിടെ മുളിച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ കിച്ചണിലുള്ള വേസ്റ്റൊക്കെ ഇങ്ങോട്ട് ഉണ്ടല്ലോ, നമ്മൾ ഉള്ളിത്തൊണ്ടും അതൊക്കെ നമ്മൾ കൊണ്ടുവന്നിടുമ്പോൾ അതിൻ്റെ കൂടെ വേറെയും പലതായിട്ട് ഉണ്ടാവും ചെയ്യേ. അപ്പോൾ പിന്നെ നമ്മളെ ഇഞ്ചി മുള വന്നാണ് കേട്ടോ. അതുപോലെ ഇനി ഞാൻ ഉള്ളി നട്ടിഞ്ഞല്ലോ, ഉള്ളി നട്ടതൊന്ന് കാണിച്ചിട്ടുണ്ടോ. നമ്മളെ സബോള എന്നിട്ട് ഉഷാറിൽ തന്നെ ഉണ്ടായി വന്നത് നിങ്ങൾ കാണാൻ കഴിയും. എന്നിട്ട് അത് ഉണ്ടായിട്ട് അതിൻ്റെ കായ ഉണ്ടായിട്ട് നമ്മൾ കാണിച്ചു തരും കേട്ടോ, ഉള്ളി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നടാത്തൊരൊറ്റ പ്രശ്നമാണ്, നമുക്ക് നട്ടപ്പം നമ്മൾ ഓരോ സംഗതികളും ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. കൂടുതലും നമുക്ക് എല്ലാതും ചെയ്യണം എന്നിങ്ങനെ ഭയങ്കരമായിട്ട് താല്പര്യം വരും കേട്ടോ. ഇപ്പോൾ അത് ഞാൻ മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് ഇവിടെ ഇങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ ചെറിയ ചീറ്റൽ മഴയൊക്കെ ഇങ്ങനെ കൊള്ളു കേട്ടോ. എന്നാലും പെയ്യണ മഴ മൊത്തമായിട്ട് കൊള്ളൂല. നമ്മളിങ്ങനെ ഇതിൻ്റെ അടിക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുത്തതാണ്. അതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണ് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക കേട്ടോ. നിങ്ങളെ കമൻറ്റ് അറിയിക്കുമ്പോഴാണ് നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുക കേട്ടോ. ഇതുപോലൊക്കെ ഒന്ന് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് നമ്മളെ വീട്ടിൽ കിച്ചണിലുണ്ട് മുളച്ച് പോയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി, വിജയിക്കോ ഇല്ലേന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ബൈ.